ഹലോ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഹൗസ് ഓണർ വീട് ഒഴിയാൻ പറഞ്ഞു. അയ്യോ, ഇനി നമ്മളെന്താ ചെയ്യുക? അറിയില്ല. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? തൽക്കാലം ഇവിടുത്തെ സാധനങ്ങളെല്ലാം അരുണിൻ്റെ വീട്ടിലേക്ക് മാറ്റാം. നാളെ രാവിലെ വീട് ഒഴിഞ്ഞു കൊടുക്കണം. ഇനി നമ്മളിവിടെ പോകുന്നില്ല. അവൾ നീലൻ്റെ തോളിലേക്ക് തലവെച്ച് സങ്കടത്തോടെ ചോദിച്ചു. എന്തായാലും നാളെ രാവിലെ വരെ സമയമുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു ഡ്രസ്സ് മാറ്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. നീലൻ അവളെ അകത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ റൂമിൽ പോയി ഡ്രസ്സ് മാറി വന്ന് ചായ വെച്ചെങ്കിലും അത് കുടിക്കാൻ തോന്നിയില്ല. മനസ്സിനാകെ ഒരു വല്ലായ്മ. അവൾ ചായ അതേപടി അടച്ചു വെച്ച് റൂമിൽ വന്ന് കിടന്നു. പുറത്തു പോയി നീലം വരുമ്പോൾ അപ്പം നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ രാത്രിയിലേക്ക് വാങ്ങിച്ച ഭക്ഷണം അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച ശേഷം കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് നീലം വരുമ്പോൾ റൂമിൽ അപ്പം ഉണ്ടായിരുന്നില്ല. അവൻ ഡ്രസ്സ് മാറ്റി നേരെ ഉമ്മറത്തേക്ക് വന്നു. അവിടെ താടിക്കും കൈ കൊടുത്ത് അപ്പോൾ സ്റ്റോപ്പിലിരിക്കുന്നുണ്ട്. പാടത്തു നിന്നും വീശുന്ന തണുത്ത കാറ്റ് അവളുടെ മുടിയിഴകളെ തട്ടി തടഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും അറിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല. നീലൻ അവളുടെ അടുത്തായി വന്നിരുന്നു. തോളിലൂടെ കൈയിട്ട് തപ്പു പെട്ടെന്നൊന്ന് ഞെട്ടി. എന്തോ വലിയ ആലോചനയിലാന്ന് തോന്നണേ. നീലൻ ചിരിയോടെ ചോദിച്ചത്. അപ്പോൾ അവൻ്റെ തോളിലേക്ക് ചാരി കിടന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ കുറച്ച് സമയം മുന്നോട്ട് പോയി. നേരം ഇരുട്ടായി തുടങ്ങിയിരുന്നു. വിളക്ക് വെക്കണ്ട കുഞ്ഞ്? നീലൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് വയ്യ നീല. എന്നാൽ നീ ഇവിടെ ഇരിക്കും, ഞാൻ വിളക്ക് വെച്ചിട്ട് വരാം. നീലൻ എണീക്കാൻ നിന്നു. അപ്പോൾ അതിന് സമ്മതിക്കാതെ അവൻ്റെ കൈയെ ചുറ്റിപ്പിടിച്ചു. എങ്ങോട്ട് പോവണ്ട, എൻ്റെ കൂടെ ഇരുന്നാൽ മതി. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ? നീലം വാത്സല്യത്തോടെ ചോദിച്ചു. നമ്മൾ നാളെ ഇവിടേക്ക് പോവും, എനിക്ക് പേടിയാവാ നീല, നമുക്ക് ആരുമില്ല. അവളുടെ മനസ്സിലെ ഭയം മുഖത്തും പ്രകടമായിരുന്നു. നീ ഇതെന്തൊക്കെയാ കുഞ്ഞ് പറയണേ? നമുക്കെല്ലാവരും ഉണ്ടല്ലോ. അരുൺ, അച്ഛൻ, അമ്മ, ആരതി, വല്യമ്മ. ഇനി ഇവരാരും ഇല്ലെങ്കിൽ എനിക്ക് നീലടാ. നിനക്ക് ഞാനും ഉണ്ട്. ഇനി വീടിൻ്റെ കാര്യം അത് നാളെയല്ലേ, അതപ്പം ചിന്തിക്കാം. എന്നാലും നീല, ഒരെന്നാലും ഇല്ല. ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. അപ്പം നമുക്ക് സന്തോഷത്തോടെ ഇരിക്കണം. ഈ വീട്ടിലേക്ക് വന്ന ശേഷമല്ലേ എനിക്ക് ഈ കുഞ്ഞിപ്പെണ്ണിനെ കിട്ടിയ. അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ടാവാൻ പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ കണ്ടില്ല എന്ന് മാത്രം. ആരെ പറഞ്ഞ് കണ്ടില്ല എന്ന്? എൻ്റെ സ്റ്റുഡൻ്റായിട്ടും അരുണിൻ്റെ അനിയത്തിയായിട്ടും കണ്ടിട്ടുണ്ടല്ലോ. അത്രയേ ഉള്ളൂ. നീ പഠിപ്പിച്ച കുറേ കുട്ടികളിൽ ഒരു കുട്ടി, നിന്റെ കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരൻ്റെ അനിയത്തി, അത്രയല്ലേ? പിന്നല്ലാതെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ അരുണിൻ്റെ അമ്മ പ്രസവിച്ചു എന്ന് വഴി കണ്ട ഒരു ചേച്ചി പറഞ്ഞതോ. അരുൺ ഒരു ഒറ്റായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അവൻ്റെ കൂടെ ഞാനും ഓടിക്കഴിച്ചു. ഹോസ്പിറ്റലിലെ റൂമിലെത്തിയപ്പോൾ ഒരു വെള്ളത്തുണി പൊതിഞ്ഞ അമ്മയുടെ അരികിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞുവാവ. എന്നിട്ട് അപ്പോൾ ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ടെന്താ? ആരോടും പറയാതെ സ്കൂൾ വിട്ട് ഹോസ്പിറ്റലിൽ പോയതിന് ഇവിടുത്തെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കുറേ തല്ല് കിട്ടി. അതിനുശേഷം ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് തന്നെ ഇല്ല. പിന്നെ നീ കുറച്ചുകൂടി വലുതായപ്പോൾ പാടത്തേക്ക് കളിക്കാൻ വരുമ്പോൾ കൂടെ അരുൺ നിന്നെയും കൊണ്ടുവരും. കുഞ്ഞുടുപ്പും കിലുങ്ങണ പാസലൊക്കെ ഇട്ട് നീ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഇങ്ങനെ വെറുതെ ഓടി നടക്കും. അന്നൊക്കെ നിന്നെ ഞാൻ എത്ര എടുത്ത് നടന്നിട്ടുണ്ടെന്നറിയോ? പിന്നെ നീ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ കാണാതായി. പിന്നെ കാണുന്നത് അരുൺ നിന്നെ ട്യൂഷന് ചേർത്താൻ വരുമ്പോഴാ. നീലൻ പുഞ്ചിരിയോടെ ഓരോന്നോർത്തെടുത്ത് പറയുന്നത് അപ്പു കൗതുകത്തോടെ കേട്ടിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നീലൻ 1-2 കോളുകൾ ചെയ്യാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോഴേക്ക് അപ്പു കിടന്നിരുന്നു. അവൻ ഡോറ് അടച്ച് ലൈറ്റ് ഓഫ് ചെയ്തു വന്ന് കിടന്നതും അപ്പു അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. ഉറങ്ങിയില്ലേ നീ? ഇല്ല, ഉറക്കം വരുന്നില്ല. അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു. എനിക്ക് സങ്കടമില്ലേ നീല? എന്തിന്? ഇവിടുന്ന് പോകുന്നതിന്? അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്. എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് വലത് കാല് വെച്ച് കയറി വീടല്ലേ ഇത്. നമ്മൾ സ്നേഹിച്ചത്, വഴക്കിട്ടത് ഒക്കെ ഇവിടെ വെച്ചല്ലേ.
എന്നാൽ നമുക്ക് ഇതിൻ്റെ ഓണറോടൊന്ന് സംസാരിച്ചാലോ? അതൊന്നും വേണ്ട. വേണമെന്നില്ല, നമുക്ക് ഈ വീട് വാങ്ങിയാലോ? കല്യാണത്തിൻ്റെ ഗോൾഡ് ലോക്കറിലുണ്ടല്ലോ. ഭാരിച്ച ചിന്തകളൊന്നും ഇപ്പം ഈ തലയിൽ വേണ്ട. ഇപ്പം എൻ്റെ പൊന്നുമോൾ ഉറങ്ങാൻ നോക്ക്. അവളെ ചേർത്ത് പിടിച്ച നീലം കണ്ണുകൾ അടച്ചു. എന്നാൽ അപൂർണയ്ക്ക് അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. പിറ്റേ ദിവസം രണ്ടുപേരും ഡ്രസ്സും മറ്റും പാക്ക് ചെയ്യുമ്പോഴാണ് ഉമ്മറത്ത് കാറിൻ്റെ ഫോണ് കേട്ടത്. അരുണായിരിക്കും. ഞാൻ അവനോട് ഒരു കാറ് ഏർപ്പാടാക്കാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞ് നീലം പുറത്തേക്ക് പോകാൻ നിന്നതും അപ്പു അവൻ്റെ കയ്യിൽ പിടിച്ചു. നമ്മളെങ്ങോട്ടാ നീല പോകുന്നേ? അറിയില്ല. തൽക്കാലം നിന്നെ അരുണിൻ്റെ കൂടെ നിർത്താം. എന്നിട്ട് ഒരു വീട് ശരിയാക്കിയിട്ട് നിന്നെ കൊണ്ടുപോകാം. അപ്പം നീയോ? ഞാൻ ഓഫീസിലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാം. അയാൾ റെൻറ്റിന് ഒരു വീടെടുത്തിട്ടാണ് നിൽക്കണേ. വേണ്ട, നിന്നെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല, അവളവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വേഗം വന്ന് കൊണ്ടുപോകാം, കൂടിപ്പോയ 2 ദിവസം. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. അവളവൻ്റെ മേലുള്ള പിടി മുറുക്കി. അയ്യോ സോറി, ഞാൻ അറിയാതെ. പെട്ടെന്ന് റൂമിലേക്ക് വന്ന അരുൺ അവരെ കണ്ട് ചമ്മലോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി. കുഞ്ഞെ, നീ വേഗം ഇതൊക്കെ ഒതുക്ക്, ഞാൻ പുറത്തേക്ക് ചെല്ലട്ടെ. തൻ്റെ മേലുള്ള പൊടി അഴിച്ച് നീലം പുറത്തേക്ക് പോയി. വീട് പൂട്ടി കീ ഓണറെ ഏൽപ്പിച്ച നീലം വന്ന് കാറിൽ കയറി. കാർ ഓടിക്കുന്ന അരുണാണ്. അവൻ മിററിലൂടെ അപ്പുവിനെ നീലനെ നോക്കിയ ശേഷം കാർ മുന്നോട്ടെടുത്തു. വീടിന് മുന്നിലുള്ള പാടവരമ്പിലൂടെ നടന്നാൽ എളുപ്പം മെയിൻ റോഡിലേക്ക് കയറാം. വണ്ടിയിൽ ആവുമ്പോൾ കുറച്ച് ചുറ്റി വളയണം. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ വീടിന് മുന്നിലെത്തി. വീടെത്തി. നീലൻ്റെ ശബ്ദം കേട്ടതും അപ്പു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ തുറന്നു. ചെമ്പശ്ശേരി. ആ പേര് വായിച്ചത് അപ്പുവിൻ്റെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. അവൾ നീലനെ നോക്കിയതും അവൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി തന്നെയായിരുന്നു. ഇറങ്ങ, നീലം പറഞ്ഞതും അവൾ എന്തോ ലോകത്തെന്ന പോലെ കാറിൽ നിന്നു ഇറങ്ങി. മുറ്റത്ത് തന്നെ അമ്മയും അച്ഛനും ആരതിയും ഭാവനമ്മയും രമ്യയും ഭർത്താവും കുഞ്ഞുങ്ങളും നിൽക്കുന്നുണ്ട്. എല്ലാവരും കൂടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ? അപ്പു നീലനെ നോക്കി. ഞാൻ എൻ്റെ കുട്ടീനെ പറ്റിക്കോ? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു, നീലം പറഞ്ഞു. വാ. അവൻ അവളുടെ കൈയും പിടിച്ച് വലതുകാൽ വെച്ച തറവാട്ടിലേക്ക് കയറി. പിന്നാലെ മറ്റുള്ളവരും. ഭാനുമ്മയാണ് പാല് കാച്ചിയത്. അവർക്ക് നീലൻ എപ്പോഴും അമ്മയുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നതിലുള്ളൊരു തെളിവായിരുന്നു അത്. ഉച്ചയ്ക്കുള്ള സദ്യ എല്ലാവരും ചേർന്നുണ്ടാക്കിയതും കഴിച്ചതും. വൈകുന്നേരത്തോടു കൂടെ എല്ലാവരും തിരിച്ചുപോയി. അവസാനം ആ വലിയ വീട്ടിൽ അപ്പൂനും നീലനും തനിച്ചായി. ഉമ്മറത്തെ തന്നയിലിരിക്കുമ്പോഴാണ് നീലൻ അവൻ്റെ നെഞ്ചിൽ ചാരിയും അപ്പൂ ഇരിക്കുന്നുണ്ട്. നീല, എന്താടാ, എങ്ങനെയാ വീട് തിരിച്ചു കിട്ടിയേ? ലോൺ എടുത്തു. ലോണോ? നമ്മുടെ പറമ്പ് വെച്ച ലോൺ എടുത്തേ. ഇപ്പോൾ ജോലിയായല്ലോ, അതുകൊണ്ട് ലോൺ എളുപ്പം തീർക്കാന്നേ. ഒരുപാട് പൈസയായോ? അവനൊന്ന് മൂള് മാത്രം ചെയ്തു. എൻ്റെ കുട്ടിക്ക് വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, സമയമാകുമ്പോൾ പറയാം. നീലൻ അവളുടെ നെറ്റിയിൽ ഉമ്മ പറഞ്ഞു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.